നിങ്ങളുടെ വീട്ടിൽ വെറ്റില ചെടിയുണ്ടോ? നമ്മുടെ വീടുകളിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കാനും ഐശ്വര്യം കൊണ്ടുവരാനും ഒരു വെറ്റില ചെടിക്ക് സാധിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? ഭാരതീയ സംസ്കാരത്തിൽ എല്ലാ മംഗളകർമ്മങ്ങൾക്കും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് വെറ്റില. വിവാഹം മുതൽ പൂജകൾ വരെയും ദേവാരാധന മുതൽ ദക്ഷിണ നൽകുന്നത് വരെയും വെറ്റിലയ്ക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. ഇതിന് പിന്നിലുള്ള ആത്മീയമായ സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഈ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. വെറ്റില ഒരു സാധാരണ ഇല മാത്രമല്ലെന്നാണ് സനാതനധർമ്മത്തിൻ്റെ വിശ്വാസം. ഐശ്വര്യത്തിൻ്റെ ദേവതയായ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം വെറ്റിലയിൽ നിറഞ്ഞിരിക്കുന്നുവെന്നും വിവിധ ദേവതാശക്തികളുടെ വാസസ്ഥലമാണിതെന്നും പുരാണങ്ങൾ സൂചിപ്പിക്കുന്നു. വെറ്റിലയുടെ അഗ്രഭാഗത്ത് മഹാലക്ഷ്മിയും മധ്യഭാഗത്ത് സരസ്വതീ ദേവിയും ഉള്ളിൽ മഹാവിഷ്ണുവും വസിക്കുന്നു എന്നാണ് വിശ്വാസം. പുറം ഭാഗത്ത് ചന്ദ്രദേവനും കോണുകളിൽ ശിവനും ബ്രഹ്മാവും സ്ഥിതി ചെയ്യുന്നു എന്നും പറയുന്നു. അതുമാത്രമല്ല, ഇലയുടെ വാലറ്റത്ത് ജ്യേഷ്ഠാഭഗവതിയും വലതുഭാഗത്ത് പാർവതീദേവിയും ഇടതുഭാഗത്ത് ഭൂമിദേവിയും മുകളിലായി ഇന്ദ്രനും ആദിത്യനും വസിക്കുന്നുവെന്നാണ് ആചാരഗ്രന്ഥങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ വെറ്റില സമർപ്പിക്കുന്നത് നിരവധി ദേവതകളെ ഒരുമിച്ച് ആരാധിക്കുന്നതിന് തുല്യമാണെന്ന വിശ്വാസവുമുണ്ട്. അതിനാലാണ് പൂജകളിലും യാഗങ്ങളിലും ദേവപ്രതിഷ്ഠകളിലും വെറ്റിലയ്ക്ക് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്. ഐതിഹ്യങ്ങൾ പ്രകാരം കൈലാസപർവ്വതത്തിൽ ശിവപാർവതിമാർ ആദ്യം മുളപ്പിച്ചെടുത്ത ദിവ്യസസ്യമാണ് വെറ്റില. അതുകൊണ്ട് തന്നെ ശിവ ആരാധനയിലും ശക്തി ആരാധനയിലും വെറ്റിലയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. ലളിതാ സഹസ്രനാമത്തിൽ ദേവിയെ താംബൂലപൂരിതമുഖി എന്ന് വിശേഷിപ്പിക്കുന്നതും വെറ്റിലയുടെ പവിത്രതയെ സൂചിപ്പിക്കുന്നതാണ്. വാസ്തുശാസ്ത്രപ്രകാരം വെറ്റില ചെടി വീടിൻ്റെ വടക്ക് കിഴക്കോ ഭാഗത്ത് നട്ടുപരിപാലിക്കുന്നത് ശുഭകരമാണെന്ന് കരുതപ്പെടുന്നു. ഈ ദിക്കുകൾ കുബേരൻ്റെയും ഈശാനദേവൻ്റെയും അനുഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. അതിനാൽ അവിടെ വെറ്റില വളരുന്നത് വീട്ടിൽ സാമ്പത്തിക പുരോഗതിയും സമാധാനവും ഐശ്വര്യവും വർദ്ധിപ്പിക്കുമെന്ന് വിശ്വാസമുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ചെടിയിൽ ദൈവീയ സാന്നിധ്യമുള്ളതിനാൽ ചെടിയുടെ ചുറ്റും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. ഉണങ്ങിയ ഇലകളും മാലിന്യങ്ങളും കെട്ടിക്കിടക്കുന്നത് ശുഭകരമല്ല എന്നാണ് വാസ്തുനിർദ്ദേശം. അഴുക്ക് വെള്ളം കൊണ്ടുവന്ന് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിക്കരുത്. ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് വെറ്റിലമാല. രാമരാവണ യുദ്ധത്തിൽ വിജയവാർത്ത ഹനുമാൻ സീതാദേവിയെ അറിയിച്ചപ്പോൾ സന്തോഷം കൊണ്ട് സീതാദേവി സമീപത്തുണ്ടായിരുന്ന വെറ്റിലകൾ ചേർത്ത് ഒരു ഹാരമുണ്ടാക്കി ഹനുമാനെ അണിയിച്ചു എന്നാണ് വിശ്വാസം. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്നും ഭക്തർ ഹനുമാന് വെറ്റിലമാല സമർപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസം ഭഗവാന് വെറ്റിലമാല അർപ്പിക്കുന്നത് ശനിദോഷ ശാന്തിക്കും തടസ്സങ്ങൾ നീങ്ങാനും തൊഴിൽ വ്യവസായ മേഖലകളിലെ ക്ലേശങ്ങൾ കുറയ്ക്കാനും സഹായിക്കുമെന്നാണ് വിശ്വാസം. മറ്റൊരു വിശ്വാസപ്രകാരം എല്ലാ മാസത്തിലെയും പൗർണമി ദിനത്തിൽ പ്രധാന വാതിലിനു മുകളിൽ വെറ്റിലമാല കെട്ടുന്നത് വീട്ടിലെ ദുഷ്ടശക്തികളെയും നെഗറ്റീവ് ഊർജങ്ങളെയും അകറ്റുമെന്ന് കരുതപ്പെടുന്നു. കുടുംബാംഗങ്ങൾക്കിടയിലുള്ള ഐക്യവും മാനസിക സമാധാനവും വർദ്ധിപ്പിക്കുമെന്ന വിശ്വാസവും ഇതോടൊപ്പമുണ്ട്. ശുഭകർമ്മങ്ങൾക്കായി കൊണ്ടുവരുന്ന വെറ്റില കെട്ടഴിച്ച് വായുസഞ്ചാരം ലഭിക്കുന്ന വിധത്തിൽ വേണം സൂക്ഷിക്കേണ്ടത്. വാടിയതോ കീറിയതോ പുഴുവേറ്റതോ ആയ വെറ്റിലകൾ പൂജകൾക്കും മംഗളകർമ്മങ്ങൾക്കും ഉപയോഗിക്കരുത്. കാരണം ദേവതാ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായ വസ്തു ഏറ്റവും ശുദ്ധവും മനോഹരവുമായിരിക്കണം. ലക്ഷ്മി ദേവിയുടെ വാസസ്ഥലമായി കണക്കാക്കപ്പെടുന്ന വെറ്റിലയുടെ അഗ്രഭാഗം തെക്കോട്ടോ പടിഞ്ഞാട്ടോ തിരിച്ചു വയ്ക്കുന്നത് ചില ആചാരങ്ങളിൽ ഒഴിവാക്കാൻ പറയുന്നുണ്ട്. സാധാരണയായി
അഗ്രഭാഗം കിഴക്കോട്ടോ വടക്കോട്ടോ വരുന്നത് കൂടുതൽ ശുഭകരമാണ്. കിഴക്ക് സൂര്യപ്രകാശത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ദിശയായും വടക്ക് സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദിശയായി കണക്കാക്കപ്പെടുന്നു. ദക്ഷിണ നൽകുന്ന ചടങ്ങുകളിലും വെറ്റിലയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. വെറ്റിലപ്പാക്ക് സമർപ്പണം നാണയവും കൂടെ കൂട്ടിച്ചേർത്ത് സമർപ്പിക്കുന്നു. അത് ആദരവിൻ്റെയും സമർപ്പണത്തിൻ്റെയും പ്രതീകമാണ്. ദക്ഷിണ നൽകുമ്പോൾ വെറ്റിലയുടെ അഗ്രഭാഗം വടക്കോട്ടോ കിഴക്കോട്ടോ വരത്തക്കവണ്ണം പിടിക്കണം. കൂടാതെ വെറ്റിലയുടെ വാലറ്റം നൽകുന്നയാളുടെ ഭാഗത്തേക്ക് വരുന്നത് വിനയത്തെയും ആദരവിനെയും സൂചിപ്പിക്കുന്നതായി പറയുന്നു. ഗുരുവായൂരമ്പലത്തിൽ ഒരു പ്രധാന വഴിപാടാണ് താംബൂല സമർപ്പണം. വിവാഹ തടസ്സങ്ങൾ മാറാനും നല്ല വിവാഹയോഗം ലഭിക്കാനും ദാമ്പത്യ ജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ, കലഹങ്ങൾ ഇവ കുറയുവാനും ഭഗവാന്റെ അനുഗ്രഹം തേടി ഈ വഴിപാട് നടത്തുന്ന അനേകം ഭക്തരുണ്ട്. വൈകുന്നേരമാണ് താംബൂല സമർപ്പണം നടത്തുന്നത്. 41 ദിവസമാണ് ഈ വഴിപാട് നടത്തേണ്ടത്. പരസ്പര സ്നേഹവും ഐക്യവും കുടുംബ സൗഖ്യവും വർദ്ധിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഭക്തർ താംബൂല സമർപ്പണം സമർപ്പിക്കുന്നത്. ഭക്തിയോടും വിശ്വാസത്തോടും കൂടിയുള്ള പ്രാർത്ഥനയാണ് ഏതൊരു വഴിപാടിൻ്റെയും യഥാർത്ഥ ബലം നൽകുന്നത് എന്ന് ഓർക്കുക. ഇങ്ങനെ നോക്കുമ്പോൾ വെറ്റില ഒരു സാധാരണ ഇല മാത്രമാണോ? ഭക്തിയുടെയും ഐശ്വര്യത്തിൻ്റെയും മംഗളത്തിൻ്റെയും ദൈവീക സാന്നിധ്യത്തിൻ്റെയും പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ ഭാരതീയ സംസ്കാരത്തിൽ നൂറ്റാണ്ടുകളായി വെറ്റിലയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം ലഭിച്ചു വരുന്നു. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വെറ്റില ചെടി നട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ എന്ന് ഒരു കമൻ്റ് ഇടണേ. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരെ ശ്രീ മഹാദേവിയേ നമ.